തൃത്വതിരുനാമം മൗത്തീകരിക്കപ്പെടട്ടെ. സ്നേഹാദരണ്യരായ ഏവരുമേ, നമ്മുടെ കർത്താവിന്റെ ജന്മപ്പെരുന്നാളിന് മുമ്പെയുള്ള ഞായറാഴ്ച എന്ന വണ്ണം ഈ ഞായറാഴ്ചയെ ചിട്ടപ്പെടുത്തി ക്രമീകരിക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാരുടെ രചനകളിൽ അത് വംശാവലി ഞായറാഴ്ചയായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തിരുവചനത്തിന്റെ വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായവും ലൂക്കോസ് എവങ്കേലിസ്ത 3-ാം അധ്യായവും ഒക്കെയാണല്ലോ നമ്മുടെ വായനാ ഭാഗമായി വരുന്നത്. പലപ്പോഴും വിശ്വാസികളുടെ ഇടയിൽ എന്തിനാണ് ഇങ്ങനൊരു വംശാവലി ക്രിസ്തുമസിന് മുമ്പെയുള്ള ഞായറാഴ്ച ചിട്ടപ്പെടുത്തിയതെന്ന് ആശങ്കകളും അതിശോക്തികളും ഉണ്ട്. എങ്കിലും പിതാക്കന്മാർ വളരെയേറെ യുക്തിപൂർവവും ഭക്തിപൂർവവുമാണ് ഇതിനെ ഇങ്ങനെ ക്രമീകരിച്ചത്. പലപ്പോഴും നമുക്ക് ആവർത്തന വിരസതയുണ്ടാകുന്നു. ഒത്തിരിയേറെ പിതാക്കന്മാരുടെ പേരുകളാണല്ലോ ഇങ്ങനെ കേൾക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ പല പിതാക്കന്മാരുടെയും പേരുകൾ അയവിറക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതിന് വ്യക്തമായ ഉദ്ദേശങ്ങൾ ഇത് രചിച്ച സുവിശേഷകന്മാർക്കും അതോടൊപ്പം തന്നെ ഇന്നിന്റെ കാലഘട്ടത്തിൽ ഇത് ഉപയോഗിക്കുമ്പോൾ സഭാപിതാക്കന്മാർക്കും ഉദ്ദേശങ്ങൾ ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രസംഗം എന്നതിനേക്കാൾ ഉപരിയായി നിങ്ങളോടൊപ്പം ചില ചിന്തകൾ പങ്കിടുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഈ ഞായറാഴ്ച സുവിശേഷ ഭാഗമായി ദേവാലയത്തിൽ ഉപയോഗിക്കുന്നത് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായം ആണെന്നുള്ളത് ഏവർക്കും അറിയാം. ക്രിസ്തു സാക്ഷാൽ മശിഹയാണെന്നുള്ള ബോധ്യം മത്തായി ശ്ലീഹായുടെ വായനക്കാരിലേക്ക് ജനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് യഹൂദ മത അംഗങ്ങൾക്ക് വേണ്ടി സുവിശേഷം രചിച്ച മത്തായി ശ്ലീഹ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ യഹൂദന്മാർ കാത്തിരുന്ന സാക്ഷാൽ മശിഹ അത് യഹൂദ മതത്തിൽ നിന്ന് തന്നെ ഉണ്ടായി എന്ന് പറയുവാനും മത്തായി ശ്ലീഹ ശ്രമങ്ങൾ ഈ വംശ പാരമ്പര്യങ്ങളിലൂടെ നടത്തുന്നുമുണ്ട്. വേറെ വ്യത്യസ്തമായ ഒരു വസ്തുത, ക്രിസ്തുവിന്റെ പരിത്രാണ പദ്ധതിയുടെ സാർവത്രിക മാനങ്ങൾ വിളിച്ചോതുന്നതാണ് ഈ വംശാവലിയുടെ സുവിശേഷ ഭാഗങ്ങൾ. അതായത് ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തത് യഹൂദരെ എന്നതിനേക്കാൾ ഉപരിയായി പാപികളായ മാനവജാതിയെ മുഴുവൻ രക്ഷയിലേക്ക് നയിക്കുന്ന വലിയ പാഠങ്ങളാണ് ഈ വംശാവലിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പഴയ നിയമ വേദഭാഗങ്ങൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഈ വംശാവലി വംശശുദ്ധിയുടെ പ്രാധാന്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതുമാണ്. ബാബിലോണിയ പ്രവാസത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ ദേവാലയ നിർമ്മാണത്തിന് ശേഷം യസ്ര ആവശ്യപ്പെടുന്ന വലിയ വസ്തുതയുണ്ട്. പുരോഹിതന്മാരെ തെരഞ്ഞെടുക്കുമ്പോൾ വംശ പാരമ്പര്യങ്ങളിലുള്ള എഴുതപ്പെട്ട വംശാവലികളുള്ള പാരമ്പര്യങ്ങളിൽ തന്നെ പുരോഹിതരെ തിരഞ്ഞെടുക്കുവാൻ പഴയ നിയമ പശ്ചാത്തലം ശ്രമിക്കുന്നു. അപ്പോൾ ഈ വംശാവലി വംശശുദ്ധിയുടെയും പ്രതീകമാണ്. അബ്രഹാം മുതൽ ക്രിസ്തുവിൽ അവസാനിക്കുന്ന മത്തായി ശ്ലീഹായുടെ വംശാവലിയിൽ പഴയ നിയമ വ്യക്തിത്വങ്ങളെ അടയാളപ്പെടുത്തുമ്പോൾ അത് പ്രവചനത്തിന്റെ പൂർത്തീകരണമെന്നും ഈ വംശാവലി വല്ലാണ്ട് നമ്മളോട് സംസാരിക്കുന്നു. കാരണം പഴയ നിയമ പശ്ചാത്തലത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അബ്രഹാമിന്റെ സന്തതിയായി വാഗ്ദത്ത മശിഹ രംഗപ്രവേശനം ചെയ്യുമെന്നും അതോടൊപ്പം തന്നെ രാജകീയമായ ദാവീദിന്റെ വംശത്തിൽ ജനിക്കുമെന്നൊക്കെയുള്ള പഴയ നിയമ പശ്ചാത്തലത്തിന്റെ പൂർത്തീകരണം കൂടിയാണ് ഈ വംശാവലി. എന്നാൽ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ വംശാവലിയും ലൂക്കോസ് എവങ്കേലിസ്തയുടെ സുവിശേഷം 3-ാം അധ്യായത്തിലെ വംശാവലി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ വ്യത്യസ്തപരമായ ചില അവതരണ ശൈലിയും വ്യത്യസ്തപരമായ ചില ആഖ്യാന രീതികളുമൊക്കെയാണ് രണ്ടുപേരും കൈക്കൊണ്ടിരിക്കുന്നെന്നുള്ളത് ഇത് സശ്രദ്ധം നന്നായി പഠിക്കുന്ന ഏതൊരു വിശ്വാസികൾക്കും മനസ്സിലാവും. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം ക്രിസ്തുവിന്റെ ജനനത്തിനു മുമ്പേ വംശാവലി രേഖപ്പെടുത്തുന്നതായി കാണുന്നു.
പഴയ നിയമത്തിന്റെ ചരിത്ര താളുകളെ അയവിറക്കിയതിനു ശേഷം അതിന് ശേഷമാണ് ആ എഴുത്തിന്റെ രീതിശാസ്ത്രം പഠിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ജനനം പോലും സംഭവിക്കുന്നത്. എന്നാൽ ലൂക്കോസ് എവങ്കേലിസ്തായുടെ സുവിശേഷങ്ങളിൽ ക്രിസ്തുവിന്റെ മാമോദീസ പെരുന്നാളിന് ശേഷമാണ് ക്രിസ്തുവിന്റെ വംശാവലി അവതരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഈ രണ്ട് വ്യത്യാസങ്ങൾ ഇവർ തമ്മിലുണ്ടെങ്കിലും വസ്തുതകൾ പഠിക്കുമ്പോൾ ഒരു ശക്തമായ പഴയ നിയമ പശ്ചാത്തലങ്ങളിൽ നിന്ന് ക്രിസ്തുവിനെ ജനസംഭവങ്ങൾ മത്തായി ശ്ലീഹ എഴുതുമ്പോൾ നാം കാത്തിരുന്ന വാഗ്ദത്ത മശിഹ ക്രിസ്തുവാണെന്ന് യഹൂദരെ പഠിപ്പിക്കുവാനായിട്ട് മത്തായി ശ്ലീഹായുടെ ചില ശ്രമങ്ങളും ഒക്കെയാണ് ഇവിടെ നിഴലിക്കുന്നത്. രണ്ടാമത്തെ വലിയ പ്രത്യേകത, മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ അബ്രഹാം മുതൽ ക്രിസ്തുവിൽ അവസാനിക്കുന്ന രീതിയിലാണ് വംശാവലി രേഖപ്പെടുത്തിയതെങ്കിൽ ലൂക്കോസ് എവങ്കേലിസ്തായിൽ ക്രിസ്തുവിൽ തുടങ്ങി ആദാമിൽ അവസാനിക്കുന്ന രീതിശാസ്ത്രങ്ങളിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അബ്രഹാം മുതൽ അവരുടെ മക്കളുടെ പാരമ്പര്യം പറഞ്ഞ് അബ്രഹാമിന്റെ മകൻ എന്നുള്ള പാരമ്പര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുകളിൽ നിന്ന് താഴേക്ക് പോകുന്ന വംശാവലി മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുമ്പോൾ അതിന് അർത്ഥം അബ്രഹാം മുതൽ ക്രിസ്തു വരെയുള്ള ഇന്നുവരെയുള്ള എല്ലാവരുടെയും പാപക്കറകളെ പോക്കുവാൻ വേണ്ടി ക്രിസ്തു മനുഷ്യാവതാരം ചെയ്യുമെന്നും ക്രിസ്തു തലമുറയുടെ പാപങ്ങളെ തോളിൽ വഹിച്ച കുഞ്ഞാടാണെന്ന് അവതരിപ്പിക്കുവാനായിട്ടുള്ള ശ്രമമാണ് മത്തായി ശ്ലീഹ അവതരിപ്പിക്കുന്നത്. അതായത് മുകളിൽ നിന്ന് താഴേക്ക് അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിൽ പറയുമ്പോൾ കഴിഞ്ഞകാല പൂർവീക പിതാക്കന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങളെയും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച അപജയങ്ങളെയും പോക്കുവാൻ, അതിനെ കഴുകിക്കളയുവാൻ രംഗപ്രവേശനം ചെയ്ത അല്ലെങ്കിൽ അവരുടെ പാപങ്ങളെ ഏൽക്കുവാനായി കടന്നു വരുന്ന മശിഹ ക്രിസ്തുവാണെന്നാണ് മത്തായി ശ്ലീഹായുടെ വംശാവലിയിൽ ഇങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. ലൂക്കോസ് എവങ്കേലിസ്തായിൽ നമ്മുടെ കർത്താവിന്റെ മാമോദീസായ്ക്ക് ശേഷം ഈ വംശാവലിയുടെ വലിയ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ക്രിസ്തുവിന്റെ മാമോദീസായിലൂടെ മാനവജാതിക്ക് വരുന്ന വലിയ വാഗ്ദത്തങ്ങളെയാണ് ഇവിടെ അവതരിപ്പിക്കുവാനായി ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് നാം മാമോദീസ മുങ്ങുമ്പോൾ ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളാകുന്നുവെന്നും ആ വെള്ളത്തിൽ നിന്ന് നാം പൊങ്ങുമ്പോൾ ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിൽ പങ്കാളിയാകുന്നുവെന്നുള്ള മാമോദീസയുടെ വലിയ ദൈവശാസ്ത്രം. അപ്പോൾ യോർദാൻ തീരങ്ങളിൽ ക്രിസ്തു മുങ്ങുമ്പോൾ അവന്റെ മരണത്തെപ്പറ്റിയും യോർദാന്റെ വെള്ളത്തിൽ നിന്ന് ക്രിസ്തു പൊങ്ങുമ്പോൾ അവന്റെ ഉത്ഥാനത്തെയും കുറിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ പരിശുദ്ധമായ മാമോദീസയിലൂടെ ക്രിസ്തുവിന് ലഭിച്ചിരിക്കുന്ന രക്ഷാകരമായ ദൗത്യങ്ങളെ തന്റെ പൂർവീക പിതാക്കന്മാരിലേക്ക് കൈമാറുന്നു എന്നുള്ള വലിയ അചഞ്ചലപരമായ അർത്ഥതലമാണ് അതിന് നൽകുന്നത്. അപ്പോൾ യോർദാനിലൂടെ പരിശുദ്ധമായ മാമോദീസയുടെ അനുഭവങ്ങളിലൂടെ പൂർവീകരായ ആദം വരെയുള്ള പിതാക്കന്മാർക്ക് രക്ഷയുടെ അനുഭവങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന വലിയ സത്യങ്ങളെ അത് വിളിച്ചറിയിക്കുന്നു. മൂന്നാമത്, മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ അബ്രഹാം മുതൽ ദാവീദ് വരെയും ദാവീദ് മുതൽ ബാബിലോണിയ പ്രവാസം വരെയും ബാബിലോണിയ പ്രവാസം മുതൽ ക്രിസ്തു വരെയും എന്നുള്ള രീതിയിൽ 3 ഘട്ടമായി ഈ കാലഘട്ടത്തെ തിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിന് പൗരസ്ത്യ സഭയുടെ പിതാക്കന്മാരുടെ രചനകളിൽ കൂടുതൽ അർത്ഥങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതൊന്നാമത്, അബ്രഹാം മുതൽ ദാവീദ് വരെയുള്ള കാലഘട്ടങ്ങളെ പ്രതീക്ഷയുടെ കാലഘട്ടം എന്നാണ് വിളിക്കുക. ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെയുള്ള കാലഘട്ടം അത് രാജകീയ കാലഘട്ടം എന്ന് വിളിക്കുന്നു. എന്നാൽ അത് അധപ്പതനത്തിന്റെ കാലഘട്ടമായി മാറുന്നുമുണ്ട്. മൂന്നാമത്, ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെയുള്ള കാലഘട്ടത്തെ രക്ഷാകര പദ്ധതിയുടെ കാലഘട്ടം എന്നാണ് അടയാളപ്പെടുത്തുന്നത്. ഇങ്ങനെയുള്ള വലിയ പ്രത്യേകതകളാണ് ഈ വംശാവലിക്ക് ഉള്ളതെന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇന്നിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മോട് ക്രിസ്തുവിന്റെ വംശാവലി സംസാരിക്കുന്നു.
അത്ര നല്ലതല്ലാത്ത ഭൂതകാല ചരിത്രമുള്ളവർ ക്രിസ്തുവിന്റെ വംശാവലിയിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളത് ഇതിന്റെ വലിയ സാർവത്രികതയുടെ മാനമാണെന്ന് നാം മനസ്സിലാക്കണം. സ്ത്രീകളെയും കുട്ടികളെയും അവരുടെ രീതിശാസ്ത്രങ്ങൾ എണ്ണുക പോലും ചെയ്യാത്ത യഹൂദ പശ്ചാത്തലങ്ങളിൽ താമാർ, രാഹാബ്, രൂത്ത്, ഉരിയാവിന്റെ ഭാര്യ ബത്സേബ പോലുള്ള സ്ത്രീകളെയൊക്കെ ക്രിസ്തുവിന്റെ വംശാവലിൽ ഉൾപ്പെടുത്തിയത് തന്നെ എന്തൊരു ചരിത്രത്തിന്റെ ഗതികളാണെന്നുള്ളത് നാം മനസ്സിലാക്കണം. അത്ര നല്ല രീതിയിൽ, എന്ത് ശക്തമായ രീതികളിലാണ് കർത്താവിന്റെ വംശാവലിയിൽ സ്ത്രീകളെയും അതോടൊപ്പം തന്നെ ഭൂതകാല ചരിത്രം അത്ര നല്ലതല്ലാത്തവരെയും ഒക്കെ ഉൾപ്പെടുത്തിയതെങ്കിൽ പാപിയായ നമ്മളെയും ക്രിസ്തുവിന്റെ രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗമാക്കുവാനുള്ള ഒരു വലിയ വിളിയും ദൗത്യവും നാമും പേറുന്നു എന്നുള്ളത് ഇന്നിന്റെ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ടത് പൈതൃകങ്ങളുടെ വലിയ പ്രത്യേകതകളെയും പാരമ്പര്യങ്ങളെ പൊടിതട്ടിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയുമാണ്. ഇന്നിന്റെ കാലഘട്ടത്തിൽ പൈതൃകം വേണ്ട, പാരമ്പര്യം വേണ്ട എന്ന് പറയുമ്പോൾ കുഞ്ഞുണ്ണി മാഷ് പറയുന്നുണ്ട്, ഊരുണ്ടെങ്കിൽ വേരുണ്ട്, വേരുണ്ടെങ്കിൽ പേരുണ്ടെന്നുള്ളത് ഈ വംശാവലി നാം ഒന്ന് പഠിക്കുമ്പോൾ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ അനേക അസ്ഥികൾ കത്തിയെറിഞ്ഞ ചാരത്തിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ചരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. പൂർവകാലത്തിന്റെ സ്മരണകൾ നമ്മിലേക്കുണ്ടാവണം. നാമും ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു കാലഘട്ടത്തിലേക്ക് പൂർവികരായ നമ്മുടെ പിതാക്കന്മാർ തന്ന അവകാശങ്ങളെ കൈമാറുന്ന വലിയ ഉത്തരവാദിത്വവും നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ ചരിത്രങ്ങൾ, എന്റെ ജീവിതം ഈ ലോക ജീവിതത്തിൽ ആയിരിക്കുമ്പോൾ ദൈവമേ നന്മകളുടേതാകണമേ എന്നുള്ള പ്രാർത്ഥനകളോടുകൂടി നമുക്കായിരിക്കാം. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.